അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കി. ഓക്കെ, നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് റാഷണൽ നമ്പേഴ്സാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ റാഷണൽ നമ്പേഴ്സിൻ്റെ പ്രോപ്പർട്ടി ആയിട്ടുള്ള ഫസ്റ്റ് പ്രോപ്പർട്ടി ഏതാണ്? ക്ലോഷർ പ്രോപ്പർട്ടിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ക്ലോഷർ പ്രോപ്പർട്ടി. അപ്പോൾ ക്ലോഷർ പ്രോപ്പർട്ടി നമ്മൾ വോൾ നമ്പേഴ്സ് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ റാഷണൽ നമ്പേഴ്സിന് മൊത്തമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇൻഡിജേഴ്സ് ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ സെറ്റ്. അപ്പോൾ എന്താണ് ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ? ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ നമ്മളൊരു ഇപ്പോൾ നമ്മൾ ഒരു എ എന്ന് പറഞ്ഞൊരു നമ്പർ, ബി എന്ന് പറഞ്ഞ നമ്പർ, ഇവിടെ നമ്മളൊരു ഓപ്പറേഷൻ യൂസ് ചെയ്തു. തൽക്കാലം അവിടെ സ്റ്റാർ കൊടുത്തു കഴിഞ്ഞാൽ എ എന്ന് പറയുന്നത് ഇപ്പോൾ നാച്ചുറൽ നമ്പറിൻ്റെ കേസിലാണെങ്കിൽ എ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറാണ്, ബി നമ്മളെന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ ആണെങ്കിൽ റിസൾട്ട് കിട്ടുന്നത് എന്തായിരിക്കണം? ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കണം. ഈ ഒരു സ്റ്റാറിൻ്റെ സ്ഥലത്ത് നമുക്ക് പ്ലസ് ആഡ് ചെയ്യാം, സബ്ട്രാക്റ്റ് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം, ഡിവിഷനും ചെയ്യാം. ഇതിൽ ഏത് ഓപ്പറേഷൻ ഇവിടെ കൊടുത്താലും നമ്മൾ റിസൾട്ടൻ്റ് നമുക്ക് എന്ത് കിട്ടണം? ഒരു നാച്ചുറൽ നമ്പർ കിട്ടുന്നുണ്ടോ ഇല്ലയോ നോക്കണതാണ് നമ്മൾ ഈ ക്ലോഷർ പ്രോപ്പർട്ടിയിൽ ചെക്ക് ചെയ്യണത്. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് അതിൽ വോൾ നമ്പറാണ്, നാച്ചുറൽ നമ്പർ പറയുന്നില്ല. ജസ്റ്റ് നമുക്ക് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കേസ് ഒന്ന് നോക്കാം. നാച്ചുറൽ നമ്പേഴ്സ് ചെക്ക് ചെയ്യുമ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് നമുക്കറിയാം 1, 2, 3 എക്സെട്ര ആർ നാച്ചുറൽ നമ്പേഴ്സാണ്. ഇപ്പോൾ രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് 1ഉം 2ഉം എടുത്തു കഴിഞ്ഞാൽ 1 + 2 എന്ന് വെച്ചാൽ എന്താണ്? 3 ആണ്. അപ്പോൾ 3യും എഗെയിൻ എന്താണ്? ഒരു നാച്ചുറൽ നമ്പറാണ്. അപ്പോൾ ഇറ്റ് ഈസ് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ. അഡീഷനിൽ ഇത് എന്താണ്? ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഇവിടെ ക്ലോഷർ പ്രോപ്പർട്ടി അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് നമ്മൾ സബ്സ്ട്രാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ, നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കേസിൽ സബ്സ്ട്രാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ 2 - 1 എടുത്തു കഴിഞ്ഞാൽ 1 കിട്ടും. എഗെയിൻ ഇറ്റ്സ് നാച്ചുറൽ നമ്പറാണ്. പക്ഷേ 1 - 2 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തേ കിട്ടുള്ളൂ? -1 കിട്ടും. -1 എന്ന് പറയുന്നത് എന്തല്ല? ഒരു നാച്ചുറൽ നമ്പർ അല്ല, പകരം അതൊരു ഇൻറ്റിജറാണ്. ഓക്കെ അല്ലേ? നമ്മൾ വോൾ നമ്പറിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെയാണ് നാച്ചുറൽ നമ്പറിൻ്റെ കേസും. വോൾ നമ്പേഴ്സിലൊരു 0 കൂടി ഇൻക്ലൂഡഡ് ആണെന്നേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിൽ ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ആണ്, സബ്സ്ട്രാക്ഷനിൽ നോട്ട് ക്ലോസ്ഡ് അണ്ടർ സബ്സ്ട്രാക്ഷൻ. ഇനി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നാച്ചുറൽ നമ്പേഴ്സിനെ നമ്മൾ ഇപ്പോൾ രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് 2ഉം 3യും നാച്ചുറൽ നമ്പർ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 × 3 ഈസ് 6. 6 എന്ന് വെച്ചാൽ എന്താണ്? ഒരു നാച്ചുറൽ നമ്പറാണ്. സോ ഇറ്റ് ഈസ് ക്ലോസ്ഡ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ അല്ലേ? ഇനി ഡിവൈഡ് ചെയ്യുമ്പോൾ 3/2 ഡിവൈഡ് ചെയ്താൽ നമുക്കൊരു നാച്ചുറൽ നമ്പർ കിട്ടുമോ? ഇല്ല. സോ ഇറ്റ് ഈസ് നോട്ട് ക്ലോസ്ഡ് അണ്ടർ ഡിവിഷൻ. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ വോൾ നമ്പേഴ്സിൻ്റെ കേസിൽ നമ്മൾ ഈ ക്ലോഷർ പ്രോപ്പർട്ടി പറഞ്ഞു. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കേസ് നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മൾ ഇൻറ്റിജേഴ്സിൻ്റെ കേസാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇൻറ്റിജേഴ്സിൻ്റെ കേസിൽ പറയാം. ഓക്കെ, ഇനി ഇൻറ്റിജേഴ്സിൻ്റെ കേസിൽ നോക്കിയാൽ ഫസ്റ്റ് നമ്മൾ ക്ലോഷർ പ്രോപ്പർട്ടി ചെക്ക് ചെയ്യേണ്ടത് അഡീഷൻ. ഇപ്പോൾ ഇൻറ്റിജേഴ്സിൻ്റെ കേസിൽ നമുക്ക് അഡീഷൻ ചെക്ക് ചെയ്യാം. രണ്ട് ഇൻറ്റിജേഴ്സ്, ഇപ്പോൾ 1ഉം 2ഉം ഇൻറ്റിജറാണ്. ഇനി വേണ്ട, -1ഉം 0യും ഇൻറ്റിജർ അല്ലേ? അപ്പോൾ -1 + 0 എന്ന് പറയുന്നത് എന്താണ്? എഗെയിൻ -1. സോ -1 ഈസ് ആൾസോ ഇൻറ്റിജർ. അപ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി വേറെ എക്സാമ്പിൾ, നമുക്ക് കളർ മാറ്റല്ലേ? വേറെ എക്സാമ്പിൾ 2ഉം -6ഉം നോക്കുകയാണെങ്കിൽ, അപ്പോൾ 2 + -6 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 - 6 എന്ന് കൊടുക്കാം. അപ്പോൾ എന്താ ആൻസർ കിട്ടുക? -4. -4 എന്ന് പറയുന്നത് എഗെയിൻ ഒരു ഇൻറ്റിജർ അല്ലേ? അപ്പോൾ ഇവിടെ കണ്ടീഷൻ എന്ത് ചെയ്യുന്നുണ്ട്? സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏത് നമ്പർ കൊടുക്കുകയാണെങ്കിലും, ഇപ്പോൾ നമ്മൾ 7ഉം 8ഉം, ഇപ്പോൾ 8 + 7 നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 15 കിട്ടും. 15 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻറ്റിജറാണ്. ഇനി പോട്ടെ, ഇനി രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ -1 + -2 കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ എന്താ വരിക? -3. -3 എഗെയിൻ എന്ന് പറയുന്നത് എന്താണ്? ഇൻറ്റിജറാണ്. അപ്പോൾ ഇൻറ്റിജേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? 0, 1, 2 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നമ്പേഴ്സും -1, -2, -3 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് നമ്പേഴ്സും ഒക്കെ പാടെ ചേർന്നാണ് എന്തെന്ന് പറയുന്നത്? ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഏത് രണ്ട് ഇൻറ്റിജേഴ്സിനെയും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നതും ഒരു ഇൻറ്റിജർ തന്നെയായിരിക്കും. അതുകൊണ്ട് നമുക്ക് പറയാം ഇൻറ്റിജേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ സബ്സ്ട്രാക്ഷൻ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ, നമ്മൾ എക്സാമ്പിളിൽ പറഞ്ഞ പോലെ തന്നെ 7 - 5 എന്ന് പറയുന്നത് എന്താണ്? 7ഉം 5ഉം ഒരു ഇൻറ്റിജേഴ്സാണ്. അപ്പോൾ 7 - 5ൻ്റെ വാല്യൂ 2. 2 ഈസ് ആൾസോ ആൻ ഇൻറ്റിജർ. ഇപ്പോൾ -3യും -2, -3നെ നമ്മൾ -3 -2 എന്ന് പറഞ്ഞ ഇൻറ്റിജറും -3 എന്ന് പറഞ്ഞാൽ മറ്റു ഇൻറ്റിജറിനെ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ -3 - 2 ദാറ്റ്സ് ഈക്വൽ ടു -5 ഈസ് ആൾസോ ആൻ ഇൻറ്റിജർ. ഇനി എക്സാമ്പിൾ വേണോ?
ഇനി നമുക്ക് ഒരുപാട് എക്സാമ്പിളിലൂടെ പഠിക്കാം. ഇനി -6ഉം -2നെ നമ്മൾ സബ്സ്ട്രാക്റ്റ് ചെയ്യണം. എങ്ങനെ സബ്സ്ട്രാക്റ്റ് ചെയ്യാം? -6 -2 എന്ന് എഴുതണം. കാരണം -2 ഒരു നമ്പറാണ്, -6 മറ്റൊരു നമ്പറാണ്, നമ്മൾ സബ്സ്ട്രാക്റ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമ്മൾ എഴുതുക? -6 + 2 മൈനസ് എന്തായി മാറും? പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ -6 + 2 എന്ന് പറഞ്ഞ വാല്യൂ എന്താണ്? -4. 6 2 വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറച്ചിട്ട് വലിയ നമ്പറിൻ്റെ സൈൻ ഏതാണോ അതാണ് ചേർക്കേണ്ടത്. അപ്പോൾ വലിയ നമ്പർ എന്ന് പറഞ്ഞാൽ 6 ആണ്. 6 - 2 ചെയ്തിട്ട് 4 എന്ന് കിട്ടും. വലിയ നമ്പർ 6 ആയതുകൊണ്ട് അതിൻ്റെ സൈൻ നെഗറ്റീവ് ആണ്. സോ ദ ആൻസർ ഈസ് -4. -4 ഇസ് അഗെയിൻ ആൻ ഇൻറ്റിജർ. അപ്പോൾ നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത് എന്താണ്? ഇൻറ്റിജേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ സബ്സ്ട്രാക്ഷൻ. സെറ്റല്ലേ? ഇനി നെക്സ്റ്റ് ഇൻറ്റിജേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാലോ? 2 എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ, 1 എന്ന് പറയുന്ന മറ്റൊരു ഇൻറ്റിജർ, മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന 2 ഈസ് ആൻ അനദർ ഇൻറ്റിജർ. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ -1 ഒരു ഇൻറ്റിജറാണ്, 2 ഒരു മറ്റൊരു ഇൻറ്റിജറാണ്. മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? -2 ആൾസോ ആൻ ഇൻറ്റിജർ. നെക്സ്റ്റ് -3 × -2. -3 ഇൻറ്റിജറാണ്, -2 ഇൻറ്റിജറാണ്. -3 × -2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6 ഈസ് ആൾസോ ആൻ ഇൻറ്റിജർ. ഇറ്റ് ഈസ് പോസിറ്റീവ് ഇൻറ്റിജർ. ഓക്കെ അല്ലേ? സോ നമുക്കിവിടെ ജനറലായിട്ട് എന്ത് പറയാം? ഇൻറ്റിജേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഇൻറ്റിജേഴ്സ് 3 സാറ്റിസ്ഫൈ ചെയ്തില്ലേ? ക്ലോസ്ഡ് അണ്ടർ സബ്സ്ട്രാക്ഷൻ, ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ആൻഡ് ക്ലോസ്ഡ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. ഇനി ഒന്നും കൂടിയേ ഉള്ളൂ, അതേതാണ്? ഡിവിഷൻ. ചെക്ക് ചെയ്യല്ലേ? അപ്പോൾ ഇൻറ്റിജേഴ്സ്, ഇപ്പോൾ 1 ഒരു ഇൻറ്റിജറാണ്, 2 ഒരു ഇൻറ്റിജറാണ്. ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 1/2 എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജറാണോ? ഇൻറ്റിജേഴ്സിൽ 1/2 പെടുന്നില്ല. സോ 1/2 ഒരു ഇൻറ്റിജർ അല്ല. ഇനി -3 ഒരു ഇൻറ്റിജറാണ്, 2 ഒരു ഇൻറ്റിജറാണ്. ഇത് നമ്മൾ ഡിവൈഡ് ചെയ്താൽ -3/2 ഒരു ഇൻറ്റിജറാണോ? അല്ല. അപ്പോൾ നമുക്ക് ജനറലായിട്ട് പറയാം ഇൻറ്റിജേഴ്സ് ആർ നോട്ട് ക്ലോസ്ഡ് അണ്ടർ ഡിവിഷൻ. അപ്പോൾ ഇൻറ്റിജേഴ്സിൻ്റെ കേസിൽ ഒരു ഓപ്പറേഷൻ മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യാത്തുള്ളൂ. ക്ലോഷർ പ്രോപ്പർട്ടി ഏതാണ്? ഡിവിഷൻ. ബാക്കി 3ഉം ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജനറലായിട്ട് ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നോക്കാം. ഇവിടെ കൊടുത്തിട്ടില്ലേ? വോൾ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ബട്ട് നോട്ട് അണ്ടർ സബ്സ്ട്രാക്ഷൻ ആൻഡ് ഡിവിഷൻ. വോൾ നമ്പേഴ്സിൽ മൾട്ടിപ്ലിക്കേഷനും അഡീഷനും മാത്രമേ ക്ലോസ്ഡ് അണ്ടർ നമ്മുടെ ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ. എന്നാൽ നമ്മൾ ഇൻറ്റിജേഴ്സിൻ്റെ കേസിൽ വരുമ്പോൾ ഇൻറ്റിജേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ബട്ട് നോട്ട് അണ്ടർ ഡിവിഷൻ. സെറ്റല്ലേ? ഇനി റാഷണൽ നമ്പേഴ്സിൻ്റെ കേസിൽ, റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റാഷണൽ നമ്പേഴ്സിൽ നാച്ചുറൽ നമ്പേഴ്സ് പെടുന്നുണ്ട്, വോൾ നമ്പേഴ്സ് പെടുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻറ്റിജേഴ്സും പെടുന്നുണ്ട്. ഇതൊക്കെ പെടുന്ന വിഭാഗമാണ് എന്ത്? റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ റാഷണൽ നമ്പേഴ്സിൽ ഇതൊക്കെ പെടുന്നതുകൊണ്ട് നമുക്കറിയാം ഇറ്റ് ഈസ് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ആയിരിക്കും. ഇപ്പോൾ 2 റാഷണൽ നമ്പറിന് വേണ്ട നമ്മൾ 1/2 എന്ന് പറഞ്ഞ റാഷണൽ നമ്പർ എടുക്കും. ഈ ഒരു ഫോമത്തെ റാഷണൽ നമ്പർ എടുത്തു. പ്ലസ് നമ്മൾ വേറൊരു റാഷണൽ നമ്പർ നമുക്ക് എടുക്കാം 1/3 എടുത്തു. ഇത് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് റാഷണൽ നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യുക? ഇപ്പോൾ a/b + c/d നമ്മൾ എങ്ങനെയാണ് ആഡ് ചെയ്യുക? ആദ്യം a × d plus then c × b ഡിവൈഡഡ് ബൈ b × d. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? റാഷണൽ നമ്പേഴ്സിനെ ആഡ് ചെയ്യുക. കത്തിയോ? ഒന്നും കൂടെ പറയാം. a/b എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പർ, c/d എന്ന് പറയുന്നത് മറ്റൊരു റാഷണൽ നമ്പർ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളിതിനെ ആഡ് ചെയ്യാൻ പോവാണ്. a/b + c/d നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എനെ ഡി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ AD പ്ലസ് സിനെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, CB ഡിവൈഡഡ് ബൈ B × D. ഇങ്ങനെ വേണം നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എക്സാമ്പിളായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമ്മൾ അടുത്തൊരു എക്സാമ്പിൾ തന്നെ നോക്കാം. 1/2 നമ്മൾ സിമ്പിളാക്കിയിട്ട് 1/3 എടുത്തു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 1 × 3 എന്താണ്? 3 പ്ലസ് 2 × 1 ദാറ്റ് ഈസ് 2 ഡിവൈഡഡ് ബൈ 2 × 3 ഈസ് 6. ദെൻ 3 + 2 ഈസ് 5. ഡിനോമിനേറ്റർ 6. 5/6 ഈസ് ദി ആൻസർ. അപ്പോൾ ഈ 1/2 എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പറാണ്. 1/3 എന്ന് പറയുന്നത് റാഷണൽ നമ്പറാണ്. നമുക്കത് ആഡ് ചെയ്ത് കിട്ടുന്നതും എന്താണ്?
ഒരു റാഷണൽ നമ്പറാണ്. അതുകൊണ്ട് നമുക്ക് പറയാം റാഷണൽ നമ്പർ ഈസ് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ. ഓക്കെ അല്ലേ? ഇനി നമ്മൾ സബ്സ്ട്രാക്ഷൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിലും നമുക്ക് എക്സാമ്പിൾ വെച്ച് നോക്കിയാൽ മതി. എക്സാമ്പിൾ ഇപ്പോൾ രണ്ട് നമ്പേഴ്സ് നമുക്ക് എടുക്കാം. 1/4 എന്ന് പറഞ്ഞ നമ്പറും അതുപോലെ തന്നെ 1/3 എന്ന് പറഞ്ഞ മറ്റൊരു നമ്പറും കൂടി നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതേ മെത്തേഡ് തന്നെയാണ് സബ്സ്ട്രാക്ഷനും. എങ്ങനെയാണ്? 1/4 മൈനസ് 1/3 ഈക്വൽ ടു 1 × 3 3 മൈനസ് നേരത്തെ പ്ലസിന് വരെ ഇവിടെ മൈനസ് 4 × 1 4 ഡിവൈഡ് ബൈ 4 × 3 ഈസ് 12 ഈക്വൽ ടു 3 മൈനസ് 4 എത്രയാണ്? -1 ഡിവൈഡ് ബൈ 12. ഇറ്റ് ഈസ് ഓൾസോ എ റാഷണൽ നമ്പർ. അപ്പോൾ നമുക്ക് പറയാം റാഷണൽ നമ്പർ ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ആൻഡ് റാഷണൽ നമ്പർ ക്ലോസ്ഡ് അണ്ടർ സബ്സ്ട്രാക്ഷൻ. ഇനി മൾട്ടിപ്ലൈ ചെയ്താലും സെയിം തന്നെയല്ലേ കിട്ടുക? ഏതൊരു റാഷണൽ നമ്പറിനെ നമുക്ക് 1/2 എന്ന് പറഞ്ഞ റാഷണൽ നമ്പറാണ്. 2 എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പർ അല്ലേ? നമുക്ക് 2നെ 2/1 എന്ന് എഴുതാമല്ലോ. അപ്പോൾ 1/2 × 2 ചെയ്ത് കഴിഞ്ഞാൽ 2 × 2 ക്യാൻസൽ ചെയ്തും ഈക്വൽ 1. 1 ഈസ് ആൾസോ എ റാഷണൽ നമ്പർ. എന്തുകൊണ്ട് 1 റാഷണൽ നമ്പറായി? 1 നമുക്ക് 1/1 എന്ന് എഴുതാം. ദാറ്റ്സ് ഈക്വൽ ടു 1. ഓക്കെ അല്ലേ? ഇപ്പം നമ്മൾക്ക് രണ്ട് റാഷണൽ നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഇപ്പോൾ 6ഉം 1/3 എടുത്തു കഴിഞ്ഞാൽ 6 × 1/3 6 എന്തുകൊണ്ട് റാഷണൽ നമ്പറായി? 6/1 എന്നുള്ള ഫോമിൽ നമുക്ക് എഴുതാം അല്ലേ? അപ്പോൾ 6 × 1/3 എന്ന് വെച്ചാൽ 6/3 ആണ്. ഇതിന് നമുക്ക് ഒന്നുകൂടി ചെറുതാക്കുക എന്ന് വെച്ചാൽ എങ്ങനെ കിട്ടും? 2. കാരണം 6 എന്ന് പറയുന്നത് എന്താണ്? 2 × 6 ഈക്വൽ ടു 2 × 3 ആണ്. അപ്പോൾ ഈ ഒരു 3 ക്യാൻസൽ ചെയ്ത റിമൈനിങ് എന്താണ്? 2 ആണല്ലേ? മക്കൾക്കിത് കാണാത്ത പ്രശ്നമുണ്ടോ? അപ്പം നമുക്ക് ഇങ്ങോട്ടേക്ക് എഴുതാം. 6ഉം × 1/3 ആൻസർ എന്താണ്? നമുക്കിതിന് ജനറലായിട്ട് 6/3 എന്ന് എഴുതാം. ആൻസർ ഈസ് 2. ഓക്കെ അല്ലേ? ഇനി അതുപോലെ തന്നെ 1/3 × 1/2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എന്താണ്? 1/6. ഡയറക്റ്റ് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി. 1/6 ഈസ് ആൾസോ എ റാഷണൽ നമ്പർ. 2 ഈസ് ആൾസോ എ റാഷണൽ നമ്പർ. സോ റാഷണൽ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ 3 കേസും നമുക്ക് സാറ്റിസ്ഫൈ ആണല്ലേ? റാഷണൽ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ addition, rational numbers are closed under subtraction and rational numbers are closed under multiplication. ഇനി ഡിവിഷൻ്റെ കേസിലോ? റാഷണൽ നമ്പേഴ്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ 6 ഒരു റാഷണൽ നമ്പർ, 6നെ നമ്മൾ 2 വെച്ച് 2 ഒരു അനദർ റാഷണൽ നമ്പർ. അപ്പോൾ 6/2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 കിട്ടും. 3 ഓൾസോ എ റാഷണൽ നമ്പർ. ഇനി P/Q ഫോമിലുള്ള എഴുതുകയാണെങ്കിൽ 1/2 ഒരു റാഷണൽ നമ്പറാണ്. 1/4 എഗെയിൻ എ റാഷണൽ നമ്പർ. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക? വിൽക്രമം എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? ഇതിനെങ്ങനെ ഡിവൈഡ് ചെയ്യുക? എങ്ങനെ ഡിവൈഡ് ചെയ്യുക? ഇതിനെ ഡിവൈഡ് ചെയ്യുക 1/2 ഡിവൈഡ് ബൈ 1/4 എന്നാണ് നമ്മൾ എഴുതുക. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ വിൽക്രമം എടുക്കുക. അതായത് 1/2 ഇൻറ്റു ഇതിൻ്റെ റെസിപ്രോക്കൽ. വിൽക്രമം എന്ന് വെച്ചാൽ എന്താണ്? റെസിപ്രോക്കൽ. ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. 1/4ൻ്റെ റെസിപ്രോക്കലാണ് എന്ത്? 4/1 അല്ലെങ്കിൽ 4. അപ്പോൾ ആൻസർ എന്താ വരിക? 4/2. ദാറ്റ്സ് ഈക്വൽ ടു 2. 2 ഈസ് ഓൾസോ റാഷണൽ നമ്പർ. ഒന്നും കൂടെ പറഞ്ഞുതരാം. നമ്മൾ വേറെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 1/2 ഡിവൈഡഡ് ബൈ നമുക്ക് എഗെയിൻ ഒരു 1/2 എടുക്കാം. ഓക്കെ അല്ലേ? 1/2 ഡിവൈഡ് ബൈ 1/2. ഒരു നമ്പറിനെ സെയിം നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്കറിയാം ആൻസർ ഈസ് 1. അതായത് 1/2 ഡിവൈഡ് ബൈ 1/2 ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താണ് വേണ്ടത്. ഡിനോമിനേറ്ററിൻ്റെ റെസിപ്രോക്കൽ. അതായത് 1/2 ഇൻറ്റു 2/1. 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ഈസ് 1. ഓക്കെ ആണോ? ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ കൂടെ ചെയ്യാം. 1/3 ഡിവൈഡഡ് ബൈ 1/2 ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരിക? അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? 1/3 ഡിവൈഡഡ് ബൈ 1/2. ഡിനോമിനേറ്ററിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. അപ്പോൾ 1/3 ഇൻറ്റു 2/1 ഈക്വൽ ടു എന്ത് വരും? 2/3. ഓക്കെ ആണല്ലോ? അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ എന്താണ്? റാഷണൽ നമ്പേഴ്സ് തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. 2/0 വന്നാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പർ ബൈ 0 വന്നു കഴിഞ്ഞാൽ ഈ നമ്പർ റാഷണൽ നമ്പർ അല്ല. എനി നമ്പർ ദാറ്റ് ഡിവൈഡഡ് വിത്ത് 0 ഇറ്റ്സ് നോട്ട് ഡിഫൈൻഡ്. ഇങ്ങനെ ഒരു നമ്പർ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നില്ല. അപ്പോൾ റാഷണൽ നമ്പേഴ്സിൻ്റെ കേസിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എന്ത് പറയാൻ പറ്റില്ല? ഇറ്റ് ഈസ് ക്ലോസ്ഡ് അണ്ടർ
ഡിവിഷൻ എന്ന് പറയാൻ പറ്റില്ല. എക്സെപ്റ്റ് 0 ഇറ്റ് ഈസ്, ബാക്കി എല്ലാത്തിലും ഇതെന്താണ്, ക്ലോസ്ഡ് അണ്ടർ ഡിവിഷനാണ്. 0 കൂടാതെ ബാക്കി എല്ലാ നമ്പറും നമ്മൾ എടുത്തു നോക്കിയാലും ഇറ്റ് ഈസ് ക്ലോസ്ഡ് അണ്ടർ ഡിവിഷൻ. പക്ഷേ 0 കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് പറയണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ക്ലോസ്ഡ് അണ്ടർ ഡിവിഷൻ എന്ന് വേണം പറയാൻ. ഓക്കെ അല്ലേ? അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. Rational numbers a/0 is not defined. Rational numbers are not closed under division. പക്ഷേ ലാസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്, ഇഫ് വി എക്സ്ക്ലൂഡ് 0 then the collection of all the rational number is closed under division. ഇത് ഓർത്ത് വെക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ അല്ലേ? ഇനി നമ്മളിപ്പോൾ ഈ പഠിച്ചത് മൊത്തം ഒന്ന് ജനറലൈസ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനൊരു ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ടേബിൾ ഒന്ന് നോക്കിയേ. ഫസ്റ്റ് റാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ, യെസ്. സബ്സ്ട്രാക്ഷൻ യെസ്. മൾട്ടിപ്ലിക്കേഷനോ യെസ്. ഡിവിഷനോ നോ, കാരണം 0 അതിൽ വരുന്നതുകൊണ്ട് നമുക്ക് ഡിവിഷൻ പറയാൻ പറ്റില്ല. ഇനി ഇൻറ്റിജേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ, യെസ് അല്ലേ. ഇൻറ്റിജേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ആൻഡ് ഇൻറ്റിജേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ സബ്സ്ട്രാക്ഷൻ, യെസ്. ഇൻറ്റിജേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ, യെസ്. ബട്ട് ഇൻറ്റിജേഴ്സ് ആർ നോട്ട് ക്ലോസ്ഡ് അണ്ടർ ഡിവിഷൻ. ഓക്കെ അല്ലേ? ഇനി വോൾ നമ്പേഴ്സിൻ്റെ കേസിൽ വരികയാണെങ്കിൽ whole numbers are closed under addition, yes. Whole numbers are closed under subtraction, no. Then whole numbers are closed under multiplication, yes. And whole numbers are not closed under division. Set അല്ലേ? ഇനി നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കേസ് വരികയാണെങ്കിലോ, നാച്ചുറൽ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ addition, yes. And natural numbers are closed under subtraction, no. And natural numbers are closed under multiplication, yes. And it is not closed under division. സെറ്റ് അല്ലേ? ഇത് മക്കൾ ഓർത്ത് വയ്ക്കുക. ബൈ ഹാർട്ട് ചെയ്തൊന്ന് പഠിച്ചാൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ആയി പോവും. എക്സാമ്പിൾ വെച്ചിട്ട് മനസ്സിലാക്കി പഠിച്ചാൽ മതി. സെറ്റ് അല്ലേ?